അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ സമരത്തിൽ ഇടപെട്ടിരിക്കുകയാണ് സർക്കാർ. 10 മണിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവരുമായി ചർച്ച നടത്തും. വേതന കുടിശ്ശിക ഉൾപ്പെടെ വിവിധ ആവശ്യമുയർത്തിയാണ് അംഗൻവാടി ടീച്ചർമാരുടെ സമരം. വിവരങ്ങളുമായി ആദിൽ പാലോട് ചേരുന്നു. ആദിൽ പാലോട്, തീർച്ചയായിട്ടും ഈ അംഗൻവാടി ടീച്ചർമാരുടെ സമരം ന്യായമാണ്. അവർക്ക് കിട്ടുന്ന പൈസ വളരെ കുറവാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും ഈ പാവങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. സർക്കാർ പലപ്പോഴും ഇവരുടെ ഒന്നും പരാതി കേട്ടില്ല എന്ന് നടിക്കുന്നു. ബിരിയാണി കൊടുക്കുന്ന കാര്യത്തിലൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്ന മന്ത്രിക്ക് ഈ ആശാവർക്കർമാരുടെ കാര്യത്തിലെങ്കിലും കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്നലെ സർക്കാർ ഇടപെട്ടു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നുണ്ടല്ലേ? ആശാവർക്കർമാർ 5 ദിവസമായി, ഇത് 6ാം ദിവസത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവും പകലും സമരം നടത്തുകയാണ്. സമരം നടത്തി പ്രധാനപ്പെട്ട ഇവരുടെ ആവശ്യം ഓണറേറിയം വർദ്ധിപ്പിക്കുക. 7,000 തുച്ഛമായ 7,000 രൂപയാണ് ഇവർക്ക് ശമ്പളം നൽകുന്നത്, ഓണറേറിയം നൽകുന്നത് എന്നതാണ് ഇവർ പറയുന്നത്. അത് 10,000 രൂപയിലേക്ക് നൽകാം. 3 മാസമായി ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല 3 മാസമായി ഓണറേറിയം കുടിശ്ശികയായി വെച്ചിരിക്കുകയാണ്. രാവിലെയും പകലെന്നില്ലാതെ രാത്രിയെന്നില്ലാതെ ജോലി ചെയ്യുന്നവരാണ്. അവരുടെ ഈ വേതനം കൃത്യമായി കൊടുക്കാൻ തയ്യാറാകണം, വേതനം വർദ്ധിപ്പിക്കണം. മാത്രമല്ല 7,000 രൂപ എന്നുള്ളത് പലപ്പോഴും കൃത്യമായി തന്നെ കിട്ടാറില്ല, മുഴുവനായി കിട്ടാറില്ല. പല മാനദണ്ഡങ്ങളുണ്ട്. 10ഓളം മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ ഈ പണം കിട്ടുള്ളൂ എന്ന പ്രശ്നം കൂടിയുണ്ട്. ആ നിലയിൽ സമരം തുടരുന്നതിനിടെയാണ് ഇന്ന് സർക്കാർ ഇടപെട്ട് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച വിളിച്ചിരിക്കുന്നത്. ചർച്ചയിൽ ഇന്ന് 10 മണിക്ക് ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നിവിടെ കുടുംബ സംഗമം എന്ന രൂപത്തിൽ ആശാവർക്കർമാരുടെ കുടുംബങ്ങളായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം നടത്തുകയാണ് ഇന്നത്തെ ദിവസം. ഈ സമരം തുടരും. ഇനി അഥവാ ചർച്ചയിൽ തീരുമാനമുണ്ടായാലും അതൊരു ഉത്തരവായി കയ്യിൽ കിട്ടണം എന്നതാണ് ഇവരുടെ ആവശ്യം. എന്താണ് പ്രധാനപ്പെട്ട ആവശ്യം? സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവെന്നില്ലാതെ പകലെന്നില്ലാതെ ഒരു കൂട്ടം സ്ത്രീകൾ സമരം ചെയ്യുകയാണ്. കേരളത്തിലെ 27,000-ഓളം വരുന്ന ആശാവർക്കർമാരുടെ പ്രതിനിധികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ വന്ന് എത്തിച്ചേരുകയാണ്. 6 ദിവസമായി പ്രക്ഷോഭത്തിലാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, 7,000 രൂപയാണ് ഓണറേറിയം. അതുപോലെ 3-4 മാസം കൂടുമ്പോൾ മാത്രമേ തരാറുള്ളൂ. ഒരു ദിവസം 222 രൂപയാണ് ഓണറേറിയം എന്നുള്ളത് നോക്കുക. 7,000 രൂപ കിട്ടണമെങ്കിൽ എത്ര മാനദണ്ഡങ്ങൾ മീറ്റ് ചെയ്യണം? ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് 10 മാനദണ്ഡം. ഒരു 64-ൽ പരം ജോലികൾ ചെയ്താൽ മാത്രമാണ് ഇന്ന്. അത് രാവിലെ 7 മണിക്ക് തുടങ്ങി രാത്രി 12 മണി വരെ നിൽക്കുന്ന ജോലി സമയമാണുള്ളത്. ലീവില്ല, മറ്റ് ആനുകൂല്യങ്ങളില്ല, ഞായറാഴ്ച പോലും വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ രാപ്പകലില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ആശാവർക്കർമാർ. അതുകൊണ്ട് മാനദണ്ഡങ്ങൾ പിൻവലിക്കണം. ഇത് സമയബന്ധിതമായി തുടങ്ങും. എല്ലാ മാസവും 5-ാം തീയതിക്കുള്ളിൽ ഈ എത്രയാണോ വേതനം അത് നൽകിയിരിക്കണം. വർദ്ധിപ്പിക്കുന്ന വേതനം അതത് മാസം നൽകണം. കുടിശ്ശികയാക്കാൻ പറ്റില്ല. ഇനി മുതൽ അനുവദിക്കാൻ പറ്റില്ല. സമരം തീരുമാനമായി ഉത്തരവ് കൈ കിട്ടാതെ നിങ്ങൾ ഇവിടെ നിന്ന് പോവില്ല? ഞങ്ങൾ പോകില്ല. ആശാവർക്കർമാരെ 62 വയസ്സിൽ വെറും കൈയോടെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യമില്ലാതെ പെൻഷൻ തരണം. ഈ അപകട സമയത്ത് ചികിത്സാ സഹായം വേണം, മരണാനന്തര സഹായം വേണം. ഇതൊക്കെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളാണ്. ഒരു ശുഭാപ്തി വിശ്വാസവും തീർച്ചയായും ഉണ്ട്. ഗവൺമെൻറ് മനസ്സിലാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ആയിരക്കണക്കിന് സ്ത്രീകൾ തെരുവിലാണ്. ഈ വളരെ സമാധാനപരമായിട്ടാണ് സമരം ചെയ്തത്. ഇതുവരെ അത് ലംഘിച്ചുകൊണ്ട് യാതൊരു കാര്യം ചെയ്യുന്നില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് ഗവൺമെൻറ് അനുഭാവപൂർവ്വം പരിഗണിക്കും. ഉത്തരവ് കയ്യിൽ കിട്ടിയിട്ട് മാത്രമേ ഞങ്ങൾ തിരിച്ചു പോകുള്ളൂ. രാത്രിയും പകലും ഇവിടെ സമരമാണ്. രാത്രിയും പകലും രാപ്പകൽ സമരമാണ്. അരുൺകുമാർ, ഇവരുടെ ആവശ്യം ന്യായമാണെന്ന് പറയാതെ വയ്യ. കാരണം നമ്മൾ സർക്കാർ ആശുപത്രികളിലൊക്കെ പോകുമ്പോൾ കാണാം, അല്ലെങ്കിൽ വീട്ടിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ, വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നിരന്തരം ഇടപെടുകയും എന്തെങ്കിലും മരുന്നൊക്കെയായി വരുന്ന ആശാവർക്കർമാരാണ്. അവർ രാവെന്നില്ലാതെ പകലെന്നില്ലാതെ ജോലി ചെയ്യുന്നവരാണ്. നമ്മുടെ ഈ ആരോഗ്യ മേഖലയിലെ 1-ാം സ്ഥാനത്തിനൊരു പങ്ക് ഇവർക്കും ആ വിഹിതം കൊടുത്തേ പറ്റൂ. ആ നിലയിൽ ജോലി ചെയ്യുന്നവർക്കാണ് 7,000 രൂപ ഓണറേറിയം നൽകുന്നത്. മാത്രമല്ല അത് പല മാനദണ്ഡങ്ങൾ എത്തുന്നില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളയുന്ന സ്ഥിതിയുണ്ട്. 7,000 എന്നത് വർദ്ധിപ്പിച്ചാൽ തന്നെ ഇപ്പോൾ 3 മാസം കുടിശ്ശികയുണ്ട് ഈ വേതനം. ആ വേതനം പൂർണ്ണമായി ഇനി മുതൽ എല്ലാ മാസവും കൊടുക്കാൻ തയ്യാറാകണം. 62-ാം വയസ്സിൽ പിരിഞ്ഞു പോവുകയാണെങ്കിൽ ആ സമയത്ത് ഇവർക്ക് വിരമിക്കൽ ആനുകൂല്യം എന്ന പേരിൽ തുകകൾ നൽകണമെന്ന ആവശ്യമാണ് ഇവർ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സർക്കാർ അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് 5 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരമുണ്ട്. ഇന്നിവിടെ കുടുംബ സംഗമം, ഈ ആശാവർക്കർമാരുടെ കുടുംബങ്ങൾ എല്ലാം ഇവിടെ എത്തി വലിയൊരു സംഗമമായി ഇവിടെ പ്രതിഷേധം മാറുകയാണ്. 20-ാം തീയതി മഹാസംഗമം എന്ന പേരിൽ പലതരം പദ്ധതികളാണ്. സർക്കാർ കൃത്യമായ തീരുമാനമെടുക്കണം. അത് ഉത്തരവായി കയ്യിൽ കിട്ടുന്നതുവരെ
തീർച്ചയായിട്ടും ആദിൽ പാലോട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ എന്ത് ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിലും ആദ്യം നമ്മൾ ഇടപെടുന്നത് ഈ ആശാവർക്കർമാരെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഒരു കാര്യം മനസ്സിലാക്കൂ, 5 ദിവസമായി ഈ സ്ത്രീകൾ എത്ര ബുദ്ധിമുട്ടിയായിരിക്കും അവർ ആ തലസ്ഥാന നഗരിയിൽ വന്ന് സമരം ചെയ്യുന്നുണ്ടാവുക. അതിന് മുന്നിലൂടെയല്ലേ ആരോഗ്യവകുപ്പ് മന്ത്രി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഒരു നേരമെങ്കിലും അവരുമായിട്ട് നേരത്തെ ചർച്ച നടത്തിയിരുന്നെങ്കിൽ ഈ ചൂടത്ത് ഇതേപോലെ സമരം ചെയ്യാൻ ഈ ആശാവർക്കർമാരെ അവിടെ കൊണ്ട് നിർത്തേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു.